الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് തഖ്വയിലധിഷ്ഠിതമായി മുന്നോട്ടു പോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആളുകൾ വളരെ ഏറെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഒരു വേള ചിലർ അന്ധമായി ആരാധിക്കുന്ന കലാരംഗത്തെ, സാഹിത്യരംഗത്തെ മികവ് തെളിയിച്ച ആളുകളുടെ സ്വകാര്യതയിലേക്ക് ഉറ്റുനോക്കുന്ന ചർച്ചകളും മറ്റു വാർത്തകളുമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയെല്ലാം ആദരിച്ചുകൊണ്ട് നടന്നിരുന്ന വ്യക്തിത്വങ്ങൾ അപമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു മുഴുകിയിരുന്നത് എന്നത് ആളുകൾ വല്ലാത്ത മാനസിക നീരസത്തോടുകൂടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. അല്ലാഹുവിന്റെ ദീനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെയും പിൻപറ്റി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതൊരു ഘട്ടത്തിലും അഭിമാനമാണ്. മനുഷ്യനെന്ന നിലക്ക് നമ്മിൽ വീഴ്ചകൾ സംഭവിച്ചേക്കാം, അല്ലാഹു പുറത്തു വരുമാറാവട്ടെ. പക്ഷേ നാം പിൻപറ്റുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ ഗൈഡായ വിശുദ്ധ ഖുർആനും കാലങ്ങളെ അതിജയിച്ച് മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാൻ പ്രാപ്തമാണ് എന്നത് പഠനത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വഴിതിരിഞ്ഞ് ആഘോഷമായി, ആഭാസമായി, കലഹങ്ങളായി, വക്കാണങ്ങളായി, കരുത്തു തെളിയിക്കലുകളായി മാറുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ നാലായിരുന്നു. മനുഷ്യൻ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്നു, കുടിച്ചു, ഉറങ്ങി, പല കാര്യങ്ങൾ ചെയ്തു. രണ്ട് പ്രവാചകൻ ഒരു അറബിയായിരുന്നു എന്നതുകൊണ്ട്
അറബി സംസാരിച്ചു, അറബികളുടെ വേഷം ധരിച്ചു, അറബികളുടെ ചില കൾച്ചറുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോളോ ചെയ്തു. 3, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഒരു ദൂതനാണ് എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രത്യേക കൽപ്പനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. രാത്രി പൂർണ്ണമായുള്ള നമസ്കാരം, ചിലപ്പോൾ ഇടതടവില്ലാത്ത നോമ്പ്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സ്പെഷ്യലായി നൽകിയ ചില കൽപ്പനകളുണ്ട്. അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചിരുന്നു. 4-മത്തേത് തഅബ്ബുദിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനയായി ഇസ്ലാമിന്റെ ചിട്ടവട്ടങ്ങളും മര്യാദകളുമായി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുണ്ട്. അവയെ നാം പഠിക്കാനും മനസ്സിലാക്കാനും ഫോളോ ചെയ്യാനും ശ്രമിക്കുമ്പോൾ ജീവിതത്തിൽ വല്ലാത്ത സ്വസ്ഥതയും ശാന്തിയും സമാധാനവും നമുക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്നാക്കി തരികയും നമ്മുടെ പാപങ്ങളെ അല്ലാഹു പുറത്തു തരികയും സ്വർഗത്തിൽ നമുക്ക് ഇടം ലഭിക്കുകയും ചെയ്യും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുടനീളം നമുക്ക് മാതൃകയാണ്. വിശുദ്ധ ഖുർആൻ റബ്ബിനെ പ്രതീക്ഷിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്നവർക്ക് മുന്നിലെ റോൾ മോഡലായി വെച്ചിരിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിലെല്ലാം മാതൃകയായിരുന്നു എന്നത് വിശാലമായ വിഷയമാണ്. അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ വ്യംഗ്യമായി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഹുവ ഖുദ്വത്തുൻ ഫിൽ ഖുലുഖിൽ ഹസൻ, സൽസ്വഭാവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രവാചകന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയെ താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മോശപ്പെട്ട നിലക്ക് കാടനായിരുന്നില്ല, ആളുകളെ പ്രയാസപ്പെടുത്തുന്നവനായിരുന്നില്ല, അങ്ങാടികളിൽ ബഹളമുണ്ടാക്കുന്നവനായിരുന്നില്ല, തിന്മയെ തിന്മ കൊണ്ട് നേരിടുന്നവനായിരുന്നില്ല, മറിച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. സഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ അഹ്സന ഖുലുഖൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേക്കാൾ നല്ല ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി ലഖദ് ഖദിംതുഹു 9 സിനീൻ, 9 വർഷം ഞാൻ പ്രവാചകന് ഖിദ്മത്ത് നിർവഹിച്ചു. മാ അലിംതുഹു ഖാൽ ലിശൈഇൻ സനഅതുഹു ലം ഫഅൽതു ലിമാ ഫഅൽത കദാ വകദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോട് താൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ നീ എന്തിനിങ്ങനെ പ്രവർത്തിച്ചു എന്ന് ചോദിച്ചിട്ടില്ല, എന്തെങ്കിലും പ്രവർത്തിക്കാതെ പോയാൽ നീ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 കൊല്ലമായിട്ട് എന്നോട് ചോദിച്ചില്ല. 10, 20, 30 കൊല്ലമായിട്ട് കുടുംബമായി ജീവിക്കുന്ന നമ്മെക്കുറിച്ച് നമ്മുടെ മക്കളും നമ്മുടെ ഇണകളും എന്തു പറയും, നമ്മുടെ സഹപ്രവർത്തകർ നമ്മെക്കുറിച്ച് എന്തു പറയും, നമ്മളുമായി സഹവസിച്ചവർ നമ്മളോട് എന്തു പറയും എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. 9 കൊല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവമാണിത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ അങ്ങേയറ്റത്തെ സൽസ്വഭാവിയായിരുന്നു. വഖുദ്വത്തുൻ ഫിൽ ഹിൽമി വൽ അഫ്വി, വിട്ടുവീഴ്ചയിലും വിവേകത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാണ്. എത്ര കനത്ത, എത്ര വേദനിപ്പിക്കുന്ന, എത്ര വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബ് ലം ഫദ്ദു മിൻ ഹൗലിക്, പ്രവാചകരെ താങ്കളുടെ ഈ വിനയവും വിട്ടുവീഴ്ചയും ഈ നല്ല എളിമയുള്ള സ്വഭാവവുമാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ താങ്കളിലേക്ക് ജനങ്ങളെ അട്രാക്ട് ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. നമുക്കറിയാം, നബിയുടെ കഴുത്തിൽ ഒരു പരുപരുത്ത ബുർദയുണ്ടായിരുന്നു. ഒരു അറാബി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ബുർദ വലിച്ചു, പ്രവാചകന്റെ ഷാള് വലിച്ചു റസൂലിന്റെ കഴുത്തിൽ അവിടെ പാടായി, ചുവന്ന പാടായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ചു അദ്ദേഹം. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് വളരെ മാന്യമായി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് ആവശ്യം? അപ്പോൾ തന്റെ ആവശ്യം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നൽകാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയാണ്. അത്രയും വിട്ടുവീഴ്ച, വിനയം, വിവേകം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സൽസ്വഭാവത്തിൽ പ്രവാചകൻ മാതൃകയാണ്, വിവേകത്തിലും വിട്ടുവീഴ്ചയിലും റസൂലുള്ള മാതൃകയാണ്. വഖുദ്വത്തുൻ ഫിൽ ഹയാഇ, ലജ്ജയിൽ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആളുകൾ കാണുമല്ലോ എന്നല്ല, എന്റെ റബ്ബ് കാണുമല്ലോ എന്ന ബോധം, അതാണ് ലജ്ജ. തിന്മയിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു വെക്കുന്ന കാര്യമാണ് ലജ്ജ. നമുക്ക് ഗുണപ്രദമായ കാര്യങ്ങളിൽ നിന്ന് മടിച്ചു മാറി നിൽക്കുന്നതിന്റെ പേരല്ല ലജ്ജ.
മറിച്ച് തിന്മയിൽ നിന്ന് നമ്മെ തടഞ്ഞു വെക്കുന്ന കാര്യമാണ് ലജ്ജ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറയിൽ ഒളിഞ്ഞു താമസിക്കുന്ന ഒരു കന്യകയെക്കാളും ലജ്ജയുള്ളവരായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രയധികം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജയിൽ മാതൃകയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, തനിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വസ്ത്രം അഴിച്ചിരിക്കാൻ പറ്റുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കൂട്ടത്തിലായിരിക്കുമ്പോൾ ആരെ ഓർത്താണോ ലജ്ജിക്കുന്നത്, അതിനേക്കാൾ നീ ലജ്ജിക്കണം നിന്റെ റബ്ബിനെ ഓർത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത്രയും അധികം ലജ്ജയുള്ളവരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖുദ്വത്തും ഫിശ്ശഫഖത്തി വറഹ്മ, സ്നേഹത്തിലും കാരുണ്യത്തിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത മാതൃകയായിരുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ അല്ലാഹു താങ്കളെ പറഞ്ഞയച്ചിട്ടില്ല എന്നാണ് ഖുർആനിലൊരു ആയത്തിറങ്ങി. എന്താണ് ആയത്ത്? അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നതുമായ ബന്ധപ്പെട്ട ആയത്താണ്. ആ ആയത്തിറങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഉറങ്ങിയതേ ഇല്ല എന്നാണ് ഹദീസിൽ നമ്മൾ കാണുന്നത്. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്, അല്ലാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ ദാസന്മാരാണ്. വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ അങ്ങേയറ്റത്തെ അസീസാണ്, ഇസ്സത്തുള്ളവനാണ്, നീ അങ്ങേയറ്റത്തെ ഹിക്മത്തുള്ളവനാണല്ലോ എന്ന ആയത്ത്, ഈ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊണ്ടേയിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി സഅൽതു റബ്ബി അശ്ശഫാഅ ലി ഉമ്മത്തി, ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി ശഫാഅത്ത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ശഫാഅത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കത് നൽകി എന്ന് പറയുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു കാരുണ്യത്തിനുള്ള ഒരു മാതൃകയാണിത്. ഇതൊക്കെ ഒരു സംഭവമല്ല, ഇതെല്ലാം ഓരോ വിഷയങ്ങളാ, ഓരോ സംഭവങ്ങൾ മാത്രം നമ്മൾ പറയുന്നു എന്ന് മാത്രം. വഖുദ്വത്തുൻ ഫിൽ മുഹാഫളത്തി അലാ ഹുസ്നിൽ അഹ്ദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹവസിച്ച ഖദീജ റളിയല്ലാഹു അൻഹ, ഭാര്യ ഭർത്താവ് എന്ന ആ ഒരു കരാറ്, ആ കരാറിനോടുള്ള കൂറ് മരിച്ചിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി മാ ഗിർതു അലാ ഖദീജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഖദീജയോടുള്ള അത്ര ഒരു ഈർഷ്യത എനിക്ക് ആരോടും തോന്നിയിട്ടില്ല. കാരണം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു. എപ്പോഴെങ്കിലും ഒരു ആടിനെ അറുത്താൽ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് അത് എത്തിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഖദീജയെക്കുറിച്ച് ചോദിക്കും, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നഹാ കാനത് വകാനത് വകാന ലീ മിൻഹാ വലദ്, ഖദീജ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു, അവളിലാണ് എനിക്ക് മക്കളുണ്ടായത് എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഖദീജയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അത്രയും അധികം ഇത്തരം നിബാധ്യതകളിൽ, കരാറുകളിൽ, ആ ഒരു മീസാഖൻ ഗലീദ എന്ന് അല്ലാഹു പറഞ്ഞ ആ ഒരു ബന്ധങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം, വഹ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, പ്രവാചകരെ താങ്കളുടെ ചിറകുകൾ താങ്കളെ പിൻപറ്റിയ മുഅ്മിനീങ്ങൾക്ക് മീതെ താങ്കൾ താഴ്ത്തിയിടണമെന്ന ആ ഒരു കൽപ്പന റസൂലുള്ളാഹി കൃത്യമായിട്ട് നിർവഹിച്ചു. അങ്ങേയറ്റത്തെ റിഫ്ഖുള്ള, വിനയമുള്ള, താഴ്മയുള്ള, എളിമയുള്ള, ഇണക്കമുള്ള വ്യക്തിയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പിഞ്ചുമക്കളെ കാണും, അവരുടെ ഇടയിലേക്ക് കയറി ചെല്ലും, എന്നിട്ട് അവരുടെ കൂടെ ഇരിക്കും, അവരോട് സലാം പറയും, അവരുടെ തലയിലൂടെ തലോടും, അവരെ ചുംബിക്കും, അവരെ മടിയിലെടുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് നിർവഹിക്കുന്ന ആളുകളുടെ മക്കളെ വാത്സല്യത്തോടുകൂടെ ഏറ്റെടുക്കും. റസൂലുള്ളാഹി തന്റെ ചെരുപ്പ് തുന്നുമായിരുന്നു, വസ്ത്രം വൃത്തിയാക്കുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു. പാവങ്ങൾക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് യതീമുകൾക്ക് വേണ്ടി, അനാഥകൾക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയമാണ്. എവിടെയാണ് റസൂലുള്ളാഹി ഇരിക്കുന്നത്? ഒരു പ്രവാചകൻ, അന്തിമദൂതൻ, അഷ്റഫുൽ ഖൽഖ്, നാളെ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന വ്യക്തി, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി, എന്തെല്ലാം പവർ ഉണ്ടായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേറ്റത്തെ വിനയമുള്ള വ്യക്തിയായിരുന്നു. വഖുദ്വത്തും ഫി ശജാഅ, ധീരതയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാണ്. മദീനയിൽ ഒരിക്കൽ ആളുകളെല്ലാം പേടിച്ച് വിറച്ച്, ഒരു ശബ്ദ കോലാഹലം കേട്ട് ആളുകൾ ഒറ്റയ്ക്ക് പോകാൻ പേടിച്ച് കൂട്ടം കൂടി, ഇനി നമുക്ക് പോകാം എന്ന് വിചാരിച്ച് റെഡിയായി നിൽക്കുമ്പോ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാഹനത്തെ അതിവേഗതയിൽ ചലിപ്പിച്ച് ആ ശബ്ദം കേട്ട ദിക്കിൽ നിന്ന് ആളുകളിലേക്ക് വന്നിട്ട് എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറയാണ്. ഭയക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ആളുകളെ ആശ്വസിപ്പിക്കുകയാണ്. അതായത് തന്റെ അണികൾക്ക് ഫോൺ വിളിച്ച് താൻ ശീതീകരിച്ച മുറിയിലിരുന്ന് ലൈവ് കണ്ട് പബ്ലിക്കിലേക്ക് അണികളെ വിട്ട് അവരെ ചാകാനും അവരെ തല്ലാനും വേണ്ടി പറഞ്ഞയക്കുന്ന ഒരു നേതാവായിരുന്നില്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയായിരുന്നോ ആളുകൾക്ക് ഭീതിയുണ്ടായത് അതിന്റെ മുന്നിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് ആ സഹാബത്ത് പറഞ്ഞത് കാന റസൂലുള്ളാഹ് അഹ്സനന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവനായിരുന്നു. അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ല ഔദാര്യവാനായിരുന്നു. വകാന അസ്ജഅന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ല ധീരനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ധീരതയിൽ പ്രവാചകൻ മാതൃകയുണ്ട്. അതുപോലെ തന്നെ ഔദാര്യത്തിൽ കണക്കില്ലാതെ റസൂലുള്ളാഹ് കൊടുക്കുമായിരുന്നു. സ്വഹാബത്ത് പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാ സുഇലൻ നബിയ്യു അൻ ഷൈഇൻ ഖത്തു ഫഖാല ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം ചോദിച്ചാൽ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നില്ല. തരില്ല എന്ന് റസൂലുള്ളാഹ് പറയില്ല. നമുക്കറിയാം, ഒരു ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വസ്ത്രം ദാനമായി കൊടുത്തു. സദസ്സിൽ നിന്നൊരു സഹാബി അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ഉടനെ പ്രവാചകൻ അത് എടുത്തു കൊടുത്തു. ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, എത്ര മോശപ്പെട്ട പണിയാണ് നീ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി കൊടുത്തൊരു സാധനം ഇത്ര ലജ്ജയില്ലാതെ നീ അത് കൈപ്പറ്റിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനമായി നൽകിയ ഈ വസ്ത്രത്തിൽ ഞാൻ മരണപ്പെട്ടാൽ എന്നെ കഫൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പൊ കൊണ്ടുവന്ന് കൊടുത്തേ ഉള്ളൂ. അത് ഒരാൾ ചോദിച്ചപ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തു കൊടുത്തു എന്നാണ്. ഒരു സൈന്യത്തിന്റെ, ഒരു സമൂഹത്തിന്റെ നേതാവ് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതാഹു ഗനമൻ ബൈന ജബലൈൻ, രണ്ട് മലകൾക്കിടയിലുള്ള മുഴുവൻ ആടുകളെയും അദ്ദേഹത്തിന് കൊടുത്തു. ഫറജഅ ഇലാ ഖൗമി, അദ്ദേഹം തന്റെ ജനതയിലേക്ക് മടങ്ങി. ഫഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി അസ്ലിമൂ, ഹേ ജനങ്ങളെ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കൂ. ഫഇന്ന മുഹമ്മദൻ യുഅതി അതാഅൻ ലാ യഖ്ശൽ ഫാഖ, ദാരിദ്ര്യം ഭയക്കാതെ കണക്കില്ലാതെ നൽകുന്ന ഒരു മഹാമനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും പിന്നെ ഒരാളോട് ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും ചോദിച്ചാൽ പിന്നെ വേറെ ഒരാളോട് ചോദിക്കേണ്ട അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കുകയില്ല. അത്രയും അധികം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുമായിരുന്നു. അങ്ങേയറ്റത്തെ പടച്ചോനെ പേടി, ഖശിയത്തും ഖൗഫും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിലുണ്ടായിരുന്നു. റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി വഫീ സദ്രിഹി അസീറുൻ കഅസീരിർ റഹാ മിനൽ ബകാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിൽക്കുമ്പോ അടുപ്പിൽ ചട്ടിയിൽ എണ്ണ തിളക്കുന്ന പോലെ പ്രവാചകന്റെ ഹൃത്തടങ്ങളിൽ നിന്ന് ഒരു നൊമ്പരം, ഒരു തിളക്കൽ, ഒരു വീർപ്പുമുട്ടൽ, ഒരു കരച്ചിൽ പുറത്തേക്ക് കേൾക്കാമായിരുന്നു എന്ന് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഖദ് ശിബ്ത, നബിയെ താങ്കൾ നരച്ചുപോയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശയ്യബ്തനി ഹൂദൻ വ അഖ്വാതുഹാ, എന്നെ സൂറത്ത് ഹൂദും അതിന്റെ സഹോദരിമാരുമാണ് എന്റെ തലമുടി നരപ്പിച്ചത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ എണ്ണാൻ പറ്റുന്ന അത്രയും മുടികൾ നരച്ചിരുന്നു എന്ന് സഹാബത്ത് പറയുന്നുണ്ട്. ഹൂദും അതിന്റെ കൂട്ടുകാരികളും ഏതൊക്കെയാണത്? സൂറത്തുൽ വാഖിഅ, സൂറത്ത് മുർസലാത്ത്, വഅമ്മ യതസാഅലൂൻ, വഇദ ശംസു കുവ്വിറത്, ഈ സൂറത്തുകളാണ് എന്റെ തലമുടി നരപ്പിച്ചത് എന്നാണ്. അന്ത്യദിനത്തെക്കുറിച്ച് പറയുന്ന, പരലോകത്തെക്കുറിച്ച് പറയുന്ന, നരകശിക്ഷയെക്കുറിച്ച് പറയുന്ന ഈ സൂറത്തുകൾ എന്റെ തലമുടി നരപ്പിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എത്രയധികം ഭക്തി, പേടി അള്ളാഹുവിന്റെ ശിക്ഷയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക വിരക്തിയിൽ നമുക്ക് മാതൃകയാണ്. ഭൗതിക ലോകം കെട്ടിപ്പടുക്കാനുള്ള ഓട്ടത്തിൽ നമ്മളെല്ലാം പലതും മറന്നുപോവുക. റസൂലുള്ളാഹ് കിടന്നത് ഈത്തപ്പനയുടെ ഓലയിലാണ്. ഇത് കണ്ട് ഉമർ ഇബ്നു ഖത്താബ് കരഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, മാ യുബ്കീക യാ ഉമർ, ഉമറെ എന്തിനാണ് താങ്കൾ കരയുന്നത്? യാ റസൂലല്ലാഹ് ഇന്ന കിസ്റാ വ ഖൈസർ ഫീമാ ഹുമാ ഫീ, കൈസറും കിസ്റയുമൊക്കെ റോമും പേർഷ്യയും അടക്കി ഭരിക്കുന്ന ഭരണാധികാരികൾ രാജകീയമായി ജീവിക്കുമ്പോൾ അൻത റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലായ അങ്ങ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അമാ തർദാ അൻ തകൂന ലഹുമുദ് ദുനിയ വലനൽ ആഖിറ, അവർക്ക് ഈ ദുനിയാവിലും
നമുക്ക് പരലോകത്തും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ ഉമറേ ക്ഷമിച്ചുകൂടെ, സഹിച്ചുകൂടെ, തൃപ്തിപ്പെട്ടുകൂടെ എന്നാണ്. അതായത് ഭൗതിക ലോകത്ത് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് വിരക്തിയോടെ ജീവിക്കുന്നതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാണ്. അതുപോലെ തന്നെ പടച്ചോൻ സഹായിക്കുമെന്നതിൽ റസൂലുള്ളാഹിക്കുള്ള ഉറപ്പ്. ഹുനൈൻ യുദ്ധം ആദ്യ സമയത്ത് പരാജയത്തിലായിരുന്നു. കുറെ ആളുകൾ പിന്തിരിഞ്ഞോടി. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തിരിഞ്ഞോടിയില്ല. അബൂ സുഫിയാന്റെയും സംഘത്തിന്റെയും മുന്നിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നുപെട്ടു. അബൂ സുഫിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനത്തിന്റെ മൂക്ക് കയറി പിടിച്ചപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന്റെ മുഖത്ത് നോക്കി പറഞ്ഞ വാചകം അനൻ നബിയ്യു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ ഇബ്നു അബ്ദുൽ മുത്തലിബാണ്, അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, ഞാൻ കളവ് പറയാത്ത റസൂലാണ്. ആ ധീരമായിട്ടുള്ള പ്രഖ്യാപനം ശത്രുമുഖത്ത് നോക്കി പറയാൻ പറ്റിയത് അള്ളാഹു നൽകുമെന്ന് പറഞ്ഞ സഹായത്തിലുള്ള ആ ഒരു വിശ്വാസവും ആ ഒരു യഖീനും ആ രംഗത്തുള്ളൊരു മാതൃകയുമാണ്. പലപ്പോഴും ആളുകൾ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി ദീനിനെ കാറ്റിൽ പറത്തുകയാണ്. അള്ളാഹു സഹായിക്കും, അള്ളാഹു സംരക്ഷിക്കും എന്നതിലൊന്നും ആളുകൾക്ക് വിശ്വാസമില്ല. ഭൗതികമായ കാര്യമാണ് ആളുകൾക്ക് അവലംബമായിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ധൈര്യത്തിലാണ് മുന്നോട്ട് പോയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക വിശാലമാണ്. ക്ഷമ, വിട്ടുവീഴ്ച. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും പരുഷമായി പെരുമാറിയിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും എന്ന സ്വർഗ്ഗക്കാരുടെ ക്വാളിറ്റി തികഞ്ഞ വ്യക്തിത്വമായിരുന്നു. 13 കൊല്ലം തന്നെ പീഡിപ്പിച്ചവർക്ക് വീണ്ടും മക്കയിൽ വന്ന് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടും പ്രവാചകനെ കൊല്ലാൻ കഠാരി ഒളിപ്പിച്ച് തന്റെ കൂടെ തവാഫ് ചെയ്ത ആൾക്ക് പോലും റസൂലുള്ള വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. ക്ഷമയായിരുന്നു പ്രവാചകന്റെ മേൽമുണ്ട്. അതുപോലെ തന്നെ ധാരാളമായി തൗബയും ഇസ്തിഗ്ഫാറും ചെയ്തിരുന്നു റസൂലുള്ള. ഒരു ദിവസം 70-ലധികം, മറ്റൊരു ഹദീസിൽ 100-ലധികം തവണ ഇസ്തിഗ്ഫാറും തൗബയും നടത്തിയിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബുമായി അടുക്കാനുള്ള ആരാധനയിൽ അങ്ങേറ്റത്തെ ശ്രദ്ധ കാണിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ അതാഉം ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹും വരികയാണ്. എന്നിട്ട് ചോദിക്കാൻ അഖ്ബിരീനാ ബിഅജബി ഷൈഇൻ റഅയ്തിഹി മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട അത്ഭുതകരമായ ഒരു സംഭവം പറയോ? ആയിഷ ബീവി കുറച്ചേരം മിണ്ടാന്നിട്ട് പിന്നെ അവരോട് പറഞ്ഞു, ഒരിക്കൽ റസൂലുള്ള രാത്രിയിൽ എന്റെ അടുത്ത് വന്നു. ആ രാത്രി എന്റെ കൂടെ താമസിക്കേണ്ട രാത്രിയാ. റസൂൽ പറഞ്ഞു, യാ ആയിഷ, ആയിഷ ദരീനി യതഅബ്ബദുൽ ലൈലത ലിറബ്ബി, എന്റെ റബ്ബുമായി സംസാരിക്കാൻ ഇന്നത്തെ രാത്രിയിൽ എന്നെ നീ വിടുമോ എന്ന് ചോദിക്കാൻ. അപ്പോൾ ആയിഷ ബീവി പറയാ, നബിയെ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുന്ന എനിക്ക് സന്തോഷം, പക്ഷെ നിങ്ങൾക്ക് എന്താണ് സന്തോഷം, അതിനാണ് ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് റസൂലിന്റെ ആരാധനക്ക് വിട്ടു. ആയിഷ ബീവി പറയാ, നബി പോയി വുളു എടുത്തു. എന്നിട്ട് നമസ്കരിക്കാൻ കൈകെട്ടി. പ്രവാചകൻ കൈകെട്ടിയ ആ സമയം മുതൽക്ക് അവിടുന്ന് കരയാൻ തുടങ്ങി. റസൂലിന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ ധാരധാരയെ ഒഴുകി. പ്രവാചകന്റെ താടിരോമങ്ങൾ കണ്ണുനീരിൽ കുതിർന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിലേക്ക് കണ്ണുനീർ ഒഴുകി. ഇരിക്കുന്ന ഇരിപ്പിൽ റസൂലുള്ള കരയാൻ, നിൽക്കുന്ന നിപ്പിൽ റസൂലുള്ള കരയാൻ, ഇരുന്നിട്ട് റസൂലിന്റെ മടി നനഞ്ഞു, നിന്നിട്ട് റസൂലിന്റെ താടിരോമങ്ങൾ നനഞ്ഞു, കിടന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് റസൂലുള്ള സുജൂദ് ചെയ്യുന്ന സ്ഥലം കണ്ണുനീര് കൊണ്ട് നനഞ്ഞു. സുബ്ഹ് വരെ ഈ കരച്ചിൽ നീണ്ടു. ബിലാൽ ബാങ്ക് വിളിക്കാൻ വന്നപ്പോ ബിലാൽ കാണുന്നത് നബി കരയുന്നതാണ്. റസൂലുള്ളാഹിയോട് അദ്ദേഹം ചോദിച്ചു, നബിയെ, എന്തിനാ നിങ്ങൾ കരയുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദം വമാ തഅഖർ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട വ്യക്തിയല്ലേ അങ്ങ്, എന്തിനാ കരയുന്നത് ചോദിച്ചപ്പോ റസൂൽ പറയാ, അഫല അകൂന അബ്ദൻ ഷകൂറ, ഞാൻ നന്ദിയുള്ളൊരു ദാസനാകണ്ടേ. ഈ തപ്പനയുടെ ഓലയിൽ കിടന്ന പട്ടിണി കിടന്ന റസൂലുള്ള മരിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പേ വീട്ടിലെ ഭക്ഷണങ്ങൾ മുഴുവൻ തീർന്നുപോയിട്ട് വിളക്കിൽ എണ്ണ പോലും ഒഴിക്കാനില്ലാതെ നട്ടപ്പാതിരക്ക് രാത്രിയിൽ ഇരുട്ടിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പ് കൊണ്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങിയിട്ട് സഹാബിമാരോട് സംസാരിച്ച് സമയം തീർത്ത മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, അഫലാകൂന അബ്ദൻ ഷകൂറ, നാം ധരിക്കുന്ന വസ്ത്രം, നാം യാത്ര ചെയ്യുന്ന വാഹനം, നാം കഴിച്ച ഭക്ഷണം, നാം വസിക്കുന്ന പാർപ്പിടം, എത്ര സൗകര്യത്തിലാണ് നാം ജീവിക്കുന്നത്? നമുക്ക് ബോധമുണ്ടോ സഹോദരന്മാരെ? ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കേണ്ടതാണ്. കാലിൽ നീര് വരുമാറ് നിന്ന് നിസ്കരിച്ച മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി ചോദിച്ചപ്പോ റസൂൽ പറയാൻ, ഞാൻ നന്ദിയുള്ള ദാസനാകണ്ടേ. അതുകൊണ്ട് മുത്തുനബിയെ പഠിക്കുക, ആ മാതൃക നമ്മൾ പിൻപറ്റുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമസ്കാരത്തിലും
നോമ്പിലും സുന്നത്തിലും ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുന്നതിലും നിത്യജീവിതത്തിൽ നമ്മൾ വർത്തിക്കേണ്ട ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുന്നിൽ നടന്ന വ്യക്തിത്വമാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യത്തിൽ സ്വഹാബത്ത് പറയാണ്, കാനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലൽ ഖുൽഖി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവം പൂർത്തീകരിക്കപ്പെട്ട വ്യക്തിയാണ്. അള്ളാഹുവിനെ ദിക്റെടുക്കുന്നിടത്ത് ഏറ്റവും നല്ലൊരു ദാസനാണ്. വകാന യദ്കുറുല്ലാഹ് ഫി കുല്ലി അഹ്യാനി, എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുമായിരുന്നു. ഖായിമൻ വഖാഇദൻ വമാശിയൻ വറാകിബൻ വസായിരൻ വനാസിലൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നും ഇരുന്നും നടന്നും അതുപോലെ തന്നെ വാഹനത്തിൽ സഞ്ചരിച്ചും അല്ലാത്ത എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിച്ചുകൊണ്ട് ദിക്റെടുത്തുകൊണ്ടേയിരിക്കുമായിരുന്നു. സുഹൃത്തുക്കൾ, നേരം വെളുത്ത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തിനിടക്ക് എത്രയെത്ര ദിക്റുകളാണ് നമുക്കുള്ളത്. വാഹനം കയറ്റം കയറുമ്പോൾ, ഇറക്കമിറങ്ങുമ്പോൾ, അങ്ങാടി പ്രവേശിക്കുമ്പോൾ, പുറപ്പെട്ട സ്ഥലത്ത് എത്തുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു വിഷയം നോക്കിയാൽ തന്നെ എത്രയെത്ര അസ്കാറുകളാണുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സദാസമയം അള്ളാഹുവിന് ദിക്റെടുത്തുകൊണ്ടേയിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇബാദത്തിന്റെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കുമായിരുന്നു. ആരാധനകളിൽ റസൂലുള്ള മിതത്വം കാണിക്കുമായിരുന്നു. പ്രവാചകൻ ഇത്രയൊക്കെ ചെയ്യണ്ടെങ്കിൽ നമ്മളും ഇത്ര ചെയ്താൽ പോരാ എന്ന് പറഞ്ഞവരോട് റസൂലുള്ള എനിക്കപ്പുറം പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയും എന്റെ സുന്നത്താണ് നിങ്ങൾക്ക് ഏറ്റവും പാകമായി സ്വർഗത്തിൽ പോകാനുള്ളത് എന്ന് പഠിപ്പിക്കുകയും ചെയ്ത റസൂലുള്ള എല്ലാം കാണിച്ചു തന്നു. വുദൂഇന്റെ രൂപം എങ്ങനെയാണ് സുഹൃത്തുക്കളെ? വുദൂ എടുക്കുമ്പോൾ തല എത്ര തവണയാണ് തടവേണ്ടത് എല്ലാം റസൂലുള്ള പഠിപ്പിച്ചു പോയിട്ടുണ്ട്. പഠിപ്പിക്കാതെ പോയിട്ടില്ല. നിസ്കാരം പൂർത്തിയാകാൻ ഏറ്റവും നിർബന്ധ ഘടകമായ വുദൂ, അത് പഠിപ്പിക്കാതെ പോകുമോ റസൂലുള്ള? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂ കാണിച്ചു കൊടുത്തു. മസഹ റസ്ഉ, പിന്നീട് റസൂലുള്ള അവിടുത്തെ തല തടവി, ചെവി തടവി. അതുവരെ എണ്ണം പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിന്നീട് ചെവി തടവി, തല തടവി എന്നാണ് പറഞ്ഞത്. അവിടെ എണ്ണം പറഞ്ഞില്ല. വളരെ കൃത്യമാണ്. മാത്രവുമല്ല, മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കൈകൾ വെള്ളം നനച്ച് കുടഞ്ഞ് അത് മുന്നിൽ വെച്ച് പിന്നിലേക്ക് കൊണ്ടുപോയി പിന്നീട് എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് തന്നെ കൊണ്ടുവന്നു എന്ന് കൃത്യമായി സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി തല തടവിയത് ഒരു തവണയാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒന്നും പഠിപ്പിക്കാതെ പോയില്ല. ഖുദു അന്നി മനാസിക്കക്കും ലഅല്ലി അൽഖാകും ബഅദ ആമി ഹാദാ, ഈ വർഷത്തിനപ്പുറം നിങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് ഇത് അവസാനത്തെ ഹജ്ജാണ്, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങളെ പഠിക്കണം എന്ന് സ്വഹാബത്തിനോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒന്നും പഠിപ്പിക്കാതെ പോയില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എല്ലാറ്റിനും കൃത്യമായ മാതൃക കാണിച്ചു. സുഹൃത്തുക്കളെ, എത്ര റിസ്ക് എടുത്തിട്ട് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത്. കുട്ടികളെ നോക്കണം, വീട് വൃത്തിയാക്കണം, ഭക്ഷണം ഉണ്ടാക്കണം. എന്നിട്ട് ആ ഭക്ഷണം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നു വച്ചാൽ നമ്മൾ പറയുന്ന വാക്കെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കേട്ടോ നിങ്ങൾ. മാ ആബ തുആമൻ ഖത്തു, ഒരു ഭക്ഷണത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറ്റം പറഞ്ഞിരുന്നില്ല. ഇനിസ്തഹാഹു അക്ലഹു, ഇഷ്ടപ്പെട്ട തിന്നും, വേണമെങ്കിൽ തിന്നും, ഇല്ലെങ്കിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്നാണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭക്ഷണത്തെ കുറ്റം പറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നില്ല. നിന്റെ സ്വർഗ്ഗക്കും ഉണങ്ങിയ റൊട്ടിക്കും എന്ത് ടേസ്റ്റാണ് ആയിഷ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുന്നിൽ എത്ര നല്ല മാതൃകയാണ് കാണിച്ചു തന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥന, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന, ഭക്ഷണം നൽകിയവന് വേണ്ടി പ്രാർത്ഥന, ഭക്ഷണം ഹാജരായാൽ അല്ലേ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകണമേ, ബാരിക് ലനാ ഫീ വഅതിനാ ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ ഖൈറായത് നീ ഞങ്ങൾക്ക് നൽകണമേ. ഭക്ഷണം വരുമ്പോഴുള്ള പ്രാർത്ഥനയാണ്, ഭക്ഷണം തുടങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന, ഭക്ഷണം നൽകിയവന് വേണ്ടി അല്ലാഹുമ്മ അത്ഇമ്മൻ അത്അമനാ വസ്ഖിമൻ സഖാന, നോമ്പ് തുറപ്പിച്ചവന് വേണ്ടിയുള്ള പ്രാർത്ഥന. അല്ലേ, എന്തെല്ലാം പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപക്ഷെ അവസാനത്തെ ഉറക്കമാകാം. എത്ര പേര് മരിച്ചു സഹോദരന്മാരെ, അവരും സ്വപ്നങ്ങളുമായിട്ട് ഉറങ്ങിയതാ, പക്ഷെ നേരം വെളുത്തില്ല. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ വുദുവെടുത്ത് ബെഡ് തട്ടി അതിന്റെ ഓരത്തിരുന്ന് അദ്കാറുകൾ ചൊല്ലി അവസാനത്തെ 3 സൂറത്ത് 3 തവണ ഓതി, കയ്യിൽ ഊതി, ശരീരം തടവി, ആയത്തുൽ കുർസി ഓതി, ആമന റസൂൽ ഓതി, പറ്റുമെങ്കിൽ സൂറത്ത് മുൽക്ക് പാരായണം ചെയ്ത് അദ്കാറുകൾ പ്രാർത്ഥന ചൊല്ലി വലതിലേക്ക് തിരിഞ്ഞു കിടന്ന് ഒരാൾ കിടന്നുറങ്ങി രാത്രിയിലെ മരിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്വർഗ്ഗാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രംഗത്തെല്ലാം ഉറക്കത്തിലും ഉണർച്ചയിലും എല്ലാറ്റിലും വസ്ത്രധാരണത്തിലും സംസാരത്തിലും ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കും, ആവശ്യം ഉണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് ഇഷ്കാലുണ്ടാക്കുന്ന സംസാരം നടത്തില്ല. വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് വലിയ ആളാകാൻ നോക്കിയില്ല. ആളുകൾക്ക് മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ, മനസ്സിലാകുന്ന ഉപദേശങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചു അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും സംസാരിക്കുമെങ്കിൽ, ഇത് കേട്ടോളി, എന്തെങ്കിലും സംസാരിക്കുമെങ്കിൽ റസൂലുള്ള കൂലി പ്രതീക്ഷിക്കുമായിരുന്നു. അതുകൊണ്ട് കൂലിട്ടന് വർത്താനം പറയണം, കൂലിട്ടന് വർത്താനം, അത് നല്ല വർത്താനം പറഞ്ഞാൽ മതി, എന്നാ കൂലി കിട്ടും. എന്തെങ്കിലും റസൂലുള്ളാഹിക്ക് വെറുപ്പുണ്ടായാൽ മുഖത്ത് കാണുമായിരുന്നു. ദേഷ്യം കെട്ട് പിടിച്ചിട്ട് കൈ കിട്ടിയ സാധനം വലിച്ചെറിഞ്ഞിട്ട് ആകെ കൊണ്ട് പൊട്ടിച്ചിട്ട് പിന്നെ പിറ്റേന്ന് പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി പൈസ കൊടുത്ത് വാങ്ങിയിട്ട് എളിമ്പ്യനായി കുത്തിരിക്കണ ഉളുപ്പില്ലാത്ത പരിപാടി അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചു. പ്രവാചകന്റെ മുഖത്ത് കാണുമായിരുന്നു. പ്രവാചകന് വല്ല വെറുപ്പും തോന്നിയാൽ പ്രവാചകൻ പുഞ്ചിരിക്കുമായിരുന്നു. തബസ്സും, അണ്ണാക്ക് കാട്ടി അട്ടഹസിച്ച് ചിരിച്ചില്ല, പുഞ്ചിരിക്കുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിനോട് സന്തോഷം പങ്കുവെക്കുമായിരുന്നു, ഭാര്യമാർക്ക് സമയം കൊടുക്കുമായിരുന്നു. ഓരോന്നും സഹോദരന്മാരെ നമുക്ക് മാതൃകയാണ്. അവിടുത്തെ ഖുതുബ, ആളുകൾ പറയും നിങ്ങൾ ഖുതുബ മലയാളത്തിലാക്കിയില്ലേ? എന്തിനാ സുഹൃത്തെ ഖുതുബ? യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്, ഖുർആൻ പാരായണം ചെയ്തു, ജനങ്ങൾക്ക് ഉപദേശം കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മറത് ഐന, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവക്കുമായിരുന്നു. അലാ സൗതഹു, ശബ്ദം ഉയരുമായിരുന്നു. വസ്തദ്ദ ഗളബു, അദ്ദേഹത്തിന്റെ കോപം വർദ്ധിക്കുമായിരുന്നു. കഅന്നഹു മുൻദിറു ജയ്ഷിൻ, ഒരു സൈന്യാധിപനെ പോലെയായിരുന്നു പ്രവാചകൻ മിമ്പറിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബത്ത് പറയാണ്. ഓരോന്നിന്റെ ഗൗരവത്തിനനുസരിച്ച് കരഞ്ഞും ചിരിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ച സന്ദർഭങ്ങൾ, കരഞ്ഞ സന്ദർഭങ്ങൾ, ഇതൊക്കെ മാതൃകയാണ്. പ്രവാചകന്റെ മുആമലത്ത്, പ്രവാചകൻ വാങ്ങി വിറ്റു ഇടപാടുകൾ ഏർപ്പെട്ടു, ഒരാൾക്കും ഒരു കുറ്റം പറയേണ്ടി വന്നിട്ടില്ല. കടം വാങ്ങിയവൻ തിരിച്ചു കൊടുക്കുമ്പോൾ ബാറക്കല്ലാഹു ലക ഫീ അഹ്ലിക വമാലിക എന്ന് പ്രാർത്ഥിച്ചിട്ട് കൊടുത്തു. എല്ലാ രംഗത്തും മാതൃകയായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ന്യൂനതകൾ ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞു, കളവും നുണയും കൂട്ടിച്ചേർത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമാക്കാൻ ശ്രമിക്കുമ്പോൾ മുഅ്മിനീങ്ങളായ നമ്മൾ നബിയെ പഠിക്കാനും പ്രവാചകന്റെ സൽഗുണത്തെ ജീവിതത്തിൽ പകർത്തി നല്ല വിശ്വാസികളായി ജീവിക്കാനും പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടു പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അല്ലാഹുവിന് വഴിപ്പെട്ട നല്ലൊരു ജീവിതം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എല്ലാ വെറുപ്പുളവാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ അകറ്റുമാറാവട്ടെ. പിശാചിന്റെ എല്ലാ ഫിത്നയിൽ നിന്നും അല്ലാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. മരിക്കും വരെ പടച്ചറബിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ അല്ലാഹു തുണയേകുമാറാവട്ടെ. നമ്മുടെ സമയത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും കുടുംബത്തിലും മക്കളിലും പഠനത്തിലും എല്ലാറ്റിലും അല്ലാഹു ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഭീകരമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ നമ്മുടെ നാടിനെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. പകർച്ചവ്യാധികളിൽ നിന്ന് അല്ലാഹു നമ്മുടെ നാടിനെ സംരക്ഷിക്കുമാറാവട്ടെ. എല്ലാ ഭീതിയും അല്ലാഹു അകറ്റിത്തരുമാറാവട്ടെ. ഓരോന്നും പരീക്ഷണങ്ങൾ മാറി മാറി വരുമ്പോൾ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.